ഹലോ എവരി വൺ. നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന ഷാംപൂ പ്രോപ്പറായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ അത് കാരണം മുടി നരയ്ക്കാനും മുടി കൊഴിഞ്ഞു പോകാനും മുടി ഡ്രൈ ആയി പൊട്ടിപ്പോകാനും വരെ കാരണമാകും. പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്കാൽപ്പ് ഏത് ടൈപ്പാണോ അതിനനുസരിച്ച് വേണം ഒരു ഷാംപൂ തിരഞ്ഞെടുക്കാൻ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കെമിക്കൽസ് കമ്പാരിറ്റീവ്ലി കുറവടങ്ങിയിട്ടുള്ള ഷാംപൂസ് പരിചയപ്പെടാം. അതുപോലെ താരനുള്ള ആളുകളാണെങ്കിൽ താരൻ മാറാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഷാംപൂ ബ്രാൻഡ്സ് പരിചയപ്പെടാം. എങ്ങനെയാണ് നിങ്ങളുടെ സ്കാൽപ്പ് ഡ്രൈ ആണോ ഓയിലി ആണോ എന്നൊക്കെ പരിശോധിക്കാം എന്ന് കൂടി പറഞ്ഞുതരാം. ഷാംപൂവിൽ അടങ്ങിയിട്ടുള്ള സൾഫേറ്റുകൾ മുടിയിലെ എണ്ണമയം നീക്കം ചെയ്യാൻ വേണ്ടി സഹായിക്കും. പക്ഷേ ഈ സൾഫേറ്റ് മറ്റൊരു സൈഡ് എഫക്റ്റ് കൂടി തരുന്നുണ്ട്. കാരണം മുടിയിലെ എണ്ണമയം മാറ്റുന്നതോടൊപ്പം മുടിയെ ഡ്രൈ ആക്കി മാറ്റാനും ഈ സൾഫേറ്റ് കാരണമാകുന്നുണ്ട്. അങ്ങനെ ഡ്രൈ ആവുന്ന സമയത്ത് മുടി ഡ്രൈ ആയി പൊട്ടിപ്പോവാൻ കാരണമാകും. അതുകൊണ്ട് ഡ്രൈ സ്കാൽപ്പ് ഉള്ള ആളുകളോ ഡ്രൈ ഹെയർ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ സൾഫേറ്റ് ഫ്രീ ഷാംപൂ ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ കൂടാതെ ഷാംപൂവിൽ അടങ്ങിയിട്ടുള്ള ചില കെമിക്കൽസ് സ്കാൽപ്പ് ഇറിറ്റേഷൻ വരുത്താനും ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വരുത്താനും കാരണമായേക്കാം. അതുകൊണ്ട് നല്ലൊരു ഷാംപൂ തിരഞ്ഞെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം നമുക്ക് സ്കാൽപ്പ് ടൈപ്പ് എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം. സ്കാൽപ്പ് ടൈപ്പ് പൊതുവെ രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഡ്രൈ സ്കാൽപ്പ്, രണ്ട് ഓയിലി സ്കാൽപ്പ്. ഡ്രൈ സ്കാൽപ്പ് ആണോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ രാത്രി നോർമൽ ആയിട്ടുള്ള വെള്ളത്തിൽ മുടി വാഷ് ചെയ്യുക. ഷാംപൂ ഉപയോഗിക്കരുത്, ഓയിലും ഉപയോഗിക്കരുത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് സ്കാൽപ്പിൽ പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ടിഷ്യൂവിന്റെ മുകളിലായിട്ട് എണ്ണമയം ഉണ്ടെങ്കിൽ അത് ഓയിലി സ്കാൽപ്പ് ആയിരിക്കും. അല്ല, എണ്ണമയം ഇല്ല എന്നാണെങ്കിൽ അത് ഡ്രൈ സ്കാൽപ്പ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ്, തല കഴുകിയിട്ട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മുടി ഒട്ടി പോകുന്നുണ്ടെങ്കിൽ അത് ഓയിലി സ്കാൽപ്പാണ്. എന്നാൽ മുടി ഒട്ടാതെ ഡ്രൈ ആയി തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കാൽപ്പാണ്. ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡ് താരൻ നോക്കിയിട്ടാണ്. താരനുള്ള ആളുകളാണെങ്കിൽ പൊടിയായിട്ടുള്ള താരനാണ് തലയിലുള്ളതെങ്കിൽ അത് ഡ്രൈ സ്കാൽപ്പാണ്. അല്ലാതെ ഇങ്ങനെ പൊറ്റ പോലെ അടിഞ്ഞു കിടക്കുന്ന താരനാണെങ്കിൽ അത് ഓയിലി സ്കാൽപ്പാണ്. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് സ്കാൽപ്പ് ടൈപ്പ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ സ്കാൽപ്പ് ടൈപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് അതിന് സ്യൂട്ട് ആവുന്ന ഷാംപൂസ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഈ പറയുന്ന ബ്രാൻഡ്സ് എല്ലാം ഓയിലി സ്കാൽപ്പിന് സ്യൂട്ട് ആയിട്ടുള്ള ഷാംപൂ ബ്രാൻഡ്സ് ആണ്. ഇനി ഡ്രൈ സ്കാൽപ്പിന് സ്യൂട്ട് ആയിട്ടുള്ള ഷാംപൂ ബ്രാൻഡ്സ് പരിചയപ്പെടാം. ഇവയെല്ലാം ഡ്രൈ സ്കാൽപ്പിന് സ്യൂട്ട് ആയിട്ടുള്ള ഷാംപൂ ബ്രാൻഡ്സ് ആണ്. അടുത്തതായി താരനുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷാംപൂ ബ്രാൻഡ്സ് ആണ്. ഇത് താരൻ മാറാൻ വേണ്ടി വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തതായി നോർമൽ സ്കാൽപ്പ് അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കാൽപ്പ് ഉള്ളവർക്ക് സ്യൂട്ട് ആവുന്ന കുറച്ച് ഷാംപൂ ബ്രാൻഡ്സ് പരിചയപ്പെടാം. ഈ ഷാംപൂസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്കത് നോക്കി വാങ്ങാവുന്നതാണ്. ഐ ഹോപ്പ് ഷാംപൂസിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. താങ്ക്സ് ഫോർ വാച്ചിങ്.